മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്, അല്ലിമു ഔലാദക്കും അസ്സബാഹത വറമായത വറുകൂബൽ ഖൈലി, നിങ്ങളുടെ മക്കളെ നീന്തലും അമ്പെയ്ത്തും കുതിര സവാരിയും നിങ്ങൾ പഠിപ്പിക്കണം. ഈ ഒരു ഹദീസിൻ്റെ താല്പര്യം എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമത്, ലൈഫ് സേവിങ് സ്കിൽസ് കുട്ടികളിൽ വളർത്തിയെടുക്കലാണ്. സ്വന്തമായി ജീവൻ രക്ഷിക്കാനുള്ള കഴിവുകൾ വളർത്തിയെടുക്കുക. 2, ഡെവലപ്പ് ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനനിലയും കുട്ടികളിൽ വളർത്തിയെടുക്കുക. 3, ഡെവലപ്പ് കറേജ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, ധൈര്യവും ആത്മവിശ്വാസവും കുട്ടികളിൽ വളർത്തിയെടുക്കുക. 4, ടു ടീച്ച് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് കൺട്രോൾ, ശാസനകളെ അനുസരിക്കാനും ശരീരത്തെ നിയന്ത്രിക്കാനുമുള്ള കഴിവ് അവനിൽ വളർത്തിയെടുക്കുക. 5, എ സ്ട്രോങ് യങ് ജനറേഷൻ, ആരോഗ്യമുള്ള യുവതലമുറയെ ഉമ്മത്തിനെ വാർത്തെടുക്കുക. ഈ പറയപ്പെട്ട 5 കാര്യങ്ങൾ മുത്തുനബി തങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങളിലൂടെ സാധ്യമാണ്. അതായത് കുതിര സവാരി നടത്തലിലൂടെ, അമ്പെയ്ത്ത് നടത്തലിലൂടെ, നീന്തുന്നതിലൂടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യവും അതുപോലെ തന്നെ ലക്ഷ്യബോധവും ക്ഷമയും സഹനവും നിയമവശങ്ങളും അവൻ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇവൻ ബാധ്യസ്ഥനാകും. ധൈര്യവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ നമുക്ക് ഇതിലൂടെ കഴിയും. മാനസികമായ ഭീരുത്വ അവസ്ഥ, അതിൽ നിന്ന് അവർക്കൊരു മോചനം ലഭിക്കും. നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുതിര സവാരിയും അതുപോലെ തന്നെ അമ്പെയ്ത്തും നീന്തലുമൊക്കെ അന്യം നിന്ന് പോയിരിക്കുന്നു. വളരെ വിരളമായിട്ടേ നമുക്ക് കാണാൻ സാധ്യമാകുന്നുള്ളൂ. ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ എവിടെയുണ്ട് എങ്കിലും അതെല്ലാം നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ അതിനോട് തുല്യമായി ഇന്ന് നമുക്ക് കാണാൻ സാധ്യമാകുന്ന കായിക വിനോദങ്ങളിൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ പ്രോത്സാഹനങ്ങൾ കൊടുത്ത് അവരെ അതിലേക്ക് നയിക്കുക. വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യമാണോ നാം കൊടുക്കുന്നത്, ആ രൂപത്തിൽ തന്നെ മക്കളുടെ സ്പോർട്സ് മേഖലകളിലും കായിക മേഖലകളിലും നാം താല്പര്യം പ്രകടിപ്പിക്കണം. കായിക വിനോദമാകുന്ന ക്രിക്കറ്റ് പോലെയുള്ള, ഫുട്ബോൾ പോലെയുള്ള ഒരു വിനോദത്തിൽ ഏർപ്പെടുമ്പോൾ അവൻ്റെ ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായ പല മെച്ചങ്ങളും നേട്ടങ്ങളും അവനിൽ സംഭവിക്കാം. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള കായിക വിനോദങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ പിന്തിരിപ്പിക്കാതിരിക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള വിനോദങ്ങൾക്ക് നാം തയ്യാറാക്കുമ്പോൾ ഔറത്ത് മറച്ചിട്ടുണ്ടോ, അപകടകരമായ കളികളിൽ നിന്ന്